ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് വുള്ളൻ ത്രെഡ് വെച്ചിട്ടാട്ടോ ഈ ഫ്ലവർ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വാഷബിൾ ആണ് കേട്ടോ. എല്ലാവർക്കും വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമായ സാധനങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ 2 കളറ് വുള്ളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. വുള്ളൻ ത്രെഡ് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാരണം കേട്ടോ, അത്ര വലുത്. ഇവിടുത്തെ ചെറുതാണ്, പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ കിട്ടുന്നത് ഇതിന്റെ ചെറുതാണ്, പക്ഷെ ഇതും അതും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഇതിൽ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ക്യാൻവാസ് കളർ മുക്കിയത് 2 ലീഫ് ഇല ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ടാപ്പ് എടുത്തിട്ടുണ്ട്, കത്തിരിക, പിന്നെ ഈ കമ്പിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഇതിന് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റുക. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇത് കഴുകി യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ വന്നിട്ട് വിരൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുകൊണ്ടേ ചുറ്റണം. നമ്മൾ സെൻറ്റർ പിടിച്ചിട്ട് ഇതും കൊണ്ട് തന്നെ ചുറ്റിയിട്ട് ഒന്ന് കെട്ടിയെടുക്കുക. കെട്ടിയതിന് ശേഷം അത് ഇതിൽ കൂടെ ചേർക്കാം നമുക്ക്. എന്നിട്ട് ഈ കമ്പിയും കൊണ്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് വലിച്ച് ചുറ്റി കൊടുക്കുക. വലിച്ച് ചുറ്റിയിട്ട് ഇത് വെച്ചിട്ടൊന്ന് പിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് കെട്ടി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിക്കുക. ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇത് ഒരു കഷ്ണം ത്രെഡ് ഇതിൻ്റെ തന്നെ സെയിം എടുത്തിട്ട് ഇതുകൊണ്ട് വെച്ച് ചുറ്റിയിട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുക. വെച്ച് കെട്ടിട്ട് ഇതിൻ്റെ സെയിം ഇതിൽ വെച്ച് കട്ട് ചെയ്യാം. കഴിഞ്ഞ് നമുക്കിതൊന്ന് ഒപ്പാക്കി കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ചീയി കൊടുക്കുക കേട്ടോ. ചെറിയ ചേപ്പ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചീന്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇതെല്ലാം കൂടിയിട്ട് വിടർന്നിട്ട് നമുക്കിത് ഒരു നല്ലൊരു ഫ്ലവർ, ഒരു അപ്പൂപ്പം നടിയുമല്ലേ, അതുപോലെ ഇങ്ങനെ വിടർന്ന് വരും. കണ്ടോ, ചീ കൊടുത്ത നല്ലൊരു പഞ്ഞി പോലെ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുക. ആ ഗ്രീൻ ടാപ്പ് ചുറ്റുന്നതിൻ്റെ ഒപ്പം ആ ഇലയും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ക്യാൻവാസിൻ കൊണ്ടുള്ള ഇല കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ ഈ ഇല എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. വുള്ളൻ ത്രെഡ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവറാണ് ഇത്. നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ, ഇത് കേടൊന്നും വരില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ ഫ്ലവറുകളാണിത്. ഇതും കൂടി നമുക്ക് ഇതിൽ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഫ്ലവറും ഇതായി ഇത്രയും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് വെയിലിങ്ങനെ നന്നായിട്ട് വരുന്ന സമയത്ത് കളറിനൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ പിങ്ക് ഞാൻ 2 ഷെയ്ഡ് കാണിച്ചു തന്നില്ലേ, അതിൽ ആ പിങ്ക് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.